തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. നെവർ സൂര്യ, അദ്ദേഹത്തിന് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. മോൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ജ്യോതിഷം സത്യമാണെന്ന് എനിക്ക് പല പ്രാവശ്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ കുടുംബത്തിന്റെയും ബിസിനസിന്റെയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ കൊണ്ട് നോക്കിച്ചായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞത് രഞ്ജിത്തിന്റെ കാര്യമാണ്. അതെന്താ? രഞ്ജിത്തിന്റെ വിവാഹം ഉടനെ നടത്തണം. കൃത്യമായിട്ട് പറഞ്ഞ ഒരു 4 മാസത്തിനുള്ളിൽ നടത്തണം. അത് കടന്നുപോയാ കുറഞ്ഞൊരു 5 വർഷം കഴിഞ്ഞ് മാത്രമേ ജാതക പ്രകാരം വിവാഹം നടക്കൂ. അങ്കിൾ, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ജാതകത്തിലൊക്കെ വിശ്വസിക്കോ? ജാതകത്തിൽ എഴുതി വെച്ചതനുസരിച്ചാണോ ലോകത്ത് കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ചിരി വരും. എടാ, നീ എന്തിനാടാ ഇങ്ങനെ തർക്കിക്കുന്നത്? ഈ നാട്ടിൽ നടക്കുന്ന വിവാഹങ്ങളൊക്കെ ജാതകം നോക്കിയല്ലേ സംഭവിക്കുന്നത്? ആ, പിന്നെ അല്ലാതെ സംഭവിക്കുന്നതൊക്കെ ഉണ്ടാവും. അതിന്റെ ദുരന്തങ്ങൾ ആ കുടുംബം അനുഭവിക്കുന്നതും ഉണ്ടാവും. അല്ല, എന്തിനാ കൂടുതൽ ഉദാഹരണം? ഇതേ ഇവന്റെ കാര്യം തന്നെ നോക്കിയാൽ മതിയല്ലോ. അല്ല, എന്റെ കാര്യത്തിൽ എന്താ പ്രശ്നം? പറ. ഞാനും എന്റെ ഭാര്യ നന്നായിട്ട് ജീവിക്കുന്നില്ലേ? അല്ല, അതിൽ മറ്റുള്ളവർക്ക് ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിലേ അവരുടെ ജാതകമല്ല, അവരുടെ മാനസികാവസ്ഥയാണ് പരിശോധിക്കേണ്ടത്. മാനസികാവസ്ഥ. സൂര്യ, ഉദയ് പറഞ്ഞു തീരട്ടെ. അവരവരുടെ കാര്യമല്ലേ പറയുന്നത്, അതിന് നിനക്കെന്താ? അതെ, ഒരു പൊതു സംസാരം ആവുമ്പോ കേൾക്കുമ്പോ ചിലപ്പോ പ്രതികരിക്കേണ്ടി വരും. അല്ല, അതിൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. എന്തായാലും ഒരു തർക്കത്തിനൊന്നും ഞാനില്ല. രഞ്ജിത്തിന്റെ വിവാഹത്തിനെ കുറിച്ച് ഞാനും ബന്ധനയും കുറെ ആലോചിച്ചു. നമ്മുടെ നാട്ടിൽ നിന്നൊരു കുട്ടി മതിയെന്നാ ഞങ്ങളുടെ തീരുമാനം. അതിനെന്താ ഉദയ്, ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത മാട്രിമണി സൈറ്റ് ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. അതല്ല, നമുക്ക് നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പിക്കേണ്ടതാണെങ്കിൽ അതും ചെയ്യാം. അതൊക്കെ ശരിയാ. പക്ഷേ ഉദയ്ക്ക് ഏറ്റവും അറിയാവുന്ന കുട്ടിയായിരിക്കണം, വേണ്ടപ്പെട്ട കുട്ടിയായിരിക്കണം. ആ ഒരു ഒറ്റ നിർബന്ധമേ ഉള്ളൂ. പത്മ, ഞാൻ വളച്ചു കേട്ടില്ല, ഒരു കാര്യം പറയാം. ഞങ്ങൾക്ക് രഞ്ജിത്തിനെ കൊണ്ട് വേദയെ വിവാഹം കഴിപ്പിക്കണമെന്നാ താല്പര്യം. അല്ല, അതിപ്പോ എങ്ങനെയാ? വേദ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അവള് ചെറിയ കുട്ടിയല്ലേ. വേദ പഠിപ്പ് പൂർത്തിയാക്കട്ടെ, അതിനെന്താ? പിന്നെ രഞ്ജിത്തിനെ നിങ്ങൾക്ക് താല്പര്യക്കുറവുണ്ടോ? അതാ ഞങ്ങൾക്കറിയേണ്ടത്. ഇങ്ങനൊരു ചിന്ത ഏട്ടന്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. സത്യം പറഞ്ഞാ നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ ഒരു ശക്തമായ ബന്ധം ഉണ്ടാവുന്നത് അത് ഏറ്റവും നല്ല കാര്യമായിട്ടാ എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്താ നിന്റെ പ്രശ്നം? വേദയ്ക്കൊരു വിവാഹാലോചന വരുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ കാലം ഒരുപാട് മാറിയിട്ടുണ്ട്. അച്ഛനമ്മമാര് തീരുമാനിക്കുന്ന വിവാഹത്തിന് വെറുതെ കയറി തല കുനിക്കുന്ന പെൺകുട്ടികളല്ല ഇപ്പോഴുള്ളത്.
അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റില്ല. വിവാഹ മണ്ഡപത്തിലെ മൂലയ്ക്ക് നിന്ന ഒരു പെൺകുട്ടിയെ താലി കെട്ടി ഭാര്യയാക്കുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു നിന്റെ ആലോചനകള്? അപ്പോ നീ ആരെ കുറിച്ചാ ചിന്തിച്ചേ? ഏത് കുടുംബത്തിനോടാ നീ ആലോചിച്ചേ? അറ്റ്ലീസ്റ്റ് താലി കെട്ടുന്ന പെൺകുട്ടിയോടോ അവളുടെ അച്ഛന്റെയോ സമ്മതം വാങ്ങണം എന്ന കാര്യം നീ ആലോചിച്ചിട്ടുണ്ടോ? എന്നിട്ട് നീ പറയുന്നു നീ സുഖമായിട്ട് അവളുടെ കൂടെ ജീവിക്കുന്നു. പിന്നെന്താ പ്രശ്നം? എന്റെ ഏട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം നടത്താനാ എന്റെ തീരുമാനം. പത്മ, താൻ എന്തൊക്കെയായി കാണിക്കുന്നത്? സൂര്യ എതിർക്കാനാണെങ്കിലും അല്ലെങ്കിലും ശരി, ഇത്ര പെട്ടെന്നൊരു തീരുമാനം വിവാഹ കാര്യത്തിൽ പറയരുത്. രഞ്ജിത്ത് എന്റെ ആങ്ങളുടെ മകനാ. ആ കാര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോ എനിക്ക് അല്പം ശബ്ദവും കൂടും, വാശിയും കൂടും. അതെ, അങ്ങനെ വാശിക്ക് തട്ടിത്തെറിപ്പിക്കാനുള്ളതല്ല അവളുടെ ജീവിതം എന്നാണ് ഞാൻ പറഞ്ഞത്. എടാ, അതിന് നീയാണോ തീരുമാനിക്കുന്നത്? ആന്റി പ്ലീസ് പ്ലീസ്. ആക്ച്വലി സൂര്യ പറഞ്ഞത് തന്നെയാണ് കാര്യം. പരസ്പരം പരിചയപ്പെടാത്ത, ഒട്ടും അറിയാത്ത രണ്ടുപേര് തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നത് പഴയ കാലത്തൊരു ആചാരമാണ്. ബട്ട് നൗ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയില്ലേ? ഇപ്പോ വിവാഹം കഴിക്കുന്നവർ തമ്മിൽ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മനസ്സിലാക്കണ്ടേ? സൂര്യ പറഞ്ഞതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. ഹേയ് ബ്രദർ, വെരി ഗുഡ്. സ്വന്തം വിവാഹാലോചനയ്ക്ക് ഇത്രയും നല്ല മറുപടികൾ കരുതി വെച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. അതെ, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നോക്കി വേദയുടെ വിവാഹത്തെക്കുറിച്ചോ വിവാഹ ജീവിതത്തെക്കുറിച്ചോ ചിന്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മ അങ്കിളിന് കൊടുക്കുന്ന വാക്കല്ല, വേദയുടെ വാക്കിനായിരിക്കണം പ്രാധാന്യം. അവളുടെ സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്കത് പ്രധാനമാണ്. പത്മ, അത് സൂര്യ പറഞ്ഞതിൽ കാര്യമുണ്ട്. മോളിവിടെ നിൽക്കല്ലേ, അവളുടെ താല്പര്യം എന്താണെന്ന് താനൊന്ന് ചോദിച്ചു നോക്ക്. വേദ, നീ എല്ലാം കേട്ടല്ലോ. എന്താ നിന്റെ തീരുമാനം? എല്ലാ കാര്യത്തിലും നിന്റെ ജീവിതത്തിൽ ഉപദേശം തന്നത് ഞാനാ. രഞ്ജിത്തിനെയും രഞ്ജിത്തിന്റെ ആറ്റിറ്റ്യൂഡിനെയും എനിക്കിഷ്ടായി. ഇനി നീ നിന്റെ അഭിപ്രായം പറയ്. വേദ, ഇത് നിന്റെ ലൈഫിന്റെ പ്രശ്നം. ഒരാളെയും ഭയപ്പെട്ട് ഒന്നും നീ തുറന്നു പറയാതിരിക്കണ്ട.